ഈ കാലം അത്രയും മൂന്ന് മതങ്ങളും ഒരേപോലെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ദേവാലയമാണ്. ഈ സെന്റ് തെരേസ അവില എവിടുന്നായിരുന്നു അവർ വന്നത്? ഈ രൂപം തന്നെ ആദ്യം കിട്ടുന്നത് മുക്കോര ഒരു അമ്പലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. തോലൻ മൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ് അതിന്റെ മരങ്ങൾ കൊണ്ടുവന്നത്. നമ്മുടെ മായിയുടെ നാടകാചാര്യൻ അലീഖ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. മായി പെരുന്നാളിന് വന്നാണ്. ഇന്ന് ഹാപ്പി ദീപാവലി, ഹാപ്പി മായി പെരുന്നാളാണ്. നിങ്ങൾ മയ്യേ പെരുന്നാളിന് മന്നക്ക. മയ്യേ പെരുന്നാളിന്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് സ്വാഗതം. മാഹിയിൽ കർമ്മനിരതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. മയ്യ പെരുന്നാളിന്റെ ഭാഗമായിട്ട് നല്ല തിരക്കിലാണ്. മാഹിയുടെ കാവൽപടന്മാർ കഠിനപ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഹി പോലീസിന്റെ കൃത്യനിർവഹണം വളരെ കറക്റ്റായ ഇടപെടലോടിയിട്ട് കാര്യങ്ങളിലൂടെ ഭംഗിയായി നടക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിന്റെ ഒരു മയ്യഴി മഹോത്സവം. കോഴിക്കോട് ഭാഗത്തേക്കും തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് കുത്തുറമ്പ് ഭാഗങ്ങളിലേക്കെല്ലാം ബസ്സുകൾ പോകുന്ന ഏരിയയാണ്. ഒരുപാട് ട്രാഫിക്കുള്ള ഒരു സ്ഥലമാണ്. പോലീസ് കൃത്യമായ ഇടപെടലിലൂടെ മാഹി പോലീസിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഈ കാര്യത്തിൽ ദൈവം നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഈ കുടുംബത്തിന്റെ വേറിട്ട പ്രാർത്ഥന മാതൃകാപരമാണ്. വികാരി അച്ഛനാണ് അല്ലേ? എൻ്റെ പേര് താജു എന്നാണ്. സെന്റ് തെരേസയുടെ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ഫേമസ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ചർച്ചാണ് അല്ലേ? അപ്പോൾ ഈ സെന്റ് തെരേസ എവിടെ നിന്നായിരുന്നു അവർ വന്നത്? ശരിക്കും സ്പെയിനിലുള്ള സ്ഥലമാണ് ആവില. ആവില, അതുകൊണ്ടാണ് സെന്റ് തെരേസ ആവില എന്ന് പറയുന്നത്. അവിടെയുള്ള ടൗൺ ആണ് അല്ലേ? ഓക്കെ. ഐ തിങ്ക് AD 1500-ലാണ് ജനിച്ചത്. ഓക്കെ. ജീവിച്ച ഒരു കാലഘട്ടം, ആ ഒരു 1500-ലാണ് ജീവിച്ച ഒരു കാലഘട്ടം. അപ്പൊ ഈ മാഹിയുമായിട്ടുള്ള എങ്ങനെയാണ് മാഹിയിൽ എത്തിപ്പെടുന്നതിന്റെ? വിശുദ്ധ എന്ന നിലയിൽ ഇവിടെ മാഹിയിൽ അമ്മത്രേസ്യയുടെ ഒരു രൂപം കിട്ടിയാണ് 50 രൂപം. ആ കാലഘട്ടത്തിൽ ഒരു 300 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. 1700-ൽ 1723 പള്ളി വരുന്നത്. ഓക്കെ. അതിനുശേഷം 1760-ലാണ് ഈ രൂപം ഇവിടെ കിട്ടുന്നത്. 1760-ൽ ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. ആ രൂപം കടലിൽ നിന്ന് കിട്ടുന്ന. അതെ അതെ. ഇവിടുത്തെ മുക്കോർ കിട്ടിയിട്ട് അവർ കൊണ്ടുവന്ന് പള്ളിയിൽ കൊടുക്കുന്നത്, ഇവിടെ വെക്കുന്നത്. ഓക്കെ ഓക്കെ. അതിനിടയിൽ തോലൻ മൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ആദ്യം ഓടിട്ട ഒരു ഇതായിരുന്നു. ആ സമയത്തും ആ മരം കൊണ്ടുവന്നത് പണി കഴിപ്പിച്ച് പുത്തലം ക്ഷേത്രവും ഇതും തോലൻ മൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ് അതിന്റെ മരങ്ങൾ കൊണ്ടുവന്നത്. ഗംഗാധരൻ എന്ന് പറയുന്ന അവരുടെ മയ്യഴി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മുടെ മായിയുടെ നാടകാചാര്യൻ അലീഖ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞാൽ പണിതെല്ലാം അവരാ. ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ മേസ്തിരിമാരാ. കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈ രൂപം തന്നെ മതസൗഹാർദ്ദത്തിന്റെ ലക്ഷണമാണ്. അതായത് ആദ്യം കിട്ടുന്നത് മുക്കോരാണ്. ഓക്കെ. അവരത് കൊണ്ടുപോയിട്ട് ഒരു അമ്പലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അത് ക്രിസ്ത്യൻ ഒരു വിശുദ്ധിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവര് ആഘോഷമായിട്ട് കൊണ്ടുവന്നത്. ഓ, അതൊരു പുതിയ ന്യൂസാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇവിടുത്തെ മിക്കവാറും എല്ലാ ആചാരങ്ങളും ഈ മാലചാർത്തിലൊക്കെ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശയന പ്രദക്ഷിണം പോലെയുള്ള ഒരു ഓക്കെ, അതാണ് അതുമായിട്ട് ബന്ധം. അതാണ് ഇതിന്റെ മൂലകാരണം. അതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മനുഷ്യത്വത്തിന്റെ അല്ലെ, അതില് മതത്തിന്റെയും ജാതിയുടെയും അപ്പുറം ഒരു മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. ഈ കാലം അത്രയും മൂന്ന് മതങ്ങളും ഒരേപോലെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അല്ലെ? പ്രത്യേക എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. ഞാൻ കണ്ടു, വരാറുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് വരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിന്റെ ചരിത്രങ്ങളും കൂടി അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഓൾ റൈറ്റ് സർ. ഓക്കെ സർ, താങ്ക് യു. സെബാസ്റ്റ്യൻ കാരക്കാട് വികാരി അച്ഛന്, റെനിൽ കുമാർ മാഹി SI അവர்களுം ഉമേഷ് ബാബു SI മാഹി ട്രാഫിക് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാഹി പള്ളിയുടെ അകത്തേക്ക്. അമ്മ മഹാമേള. രണ്ട് ഭാഗത്തു നിന്നും ഭക്തരുടെ ക്യൂ ആണ്. അപ്പുറത്തിന്റെ ഒരുപാട് ഭക്തർ നിൽക്കുന്നത്, ഇപ്പുറത്തും ഒരു ഭക്തർ. പള്ളി വെച്ചാ ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തതാണ്.
സംഘാടകൻ എന്താണ് ഈ മയ്യഴി പെരുന്നാളിനെ കുറിച്ച് 2 വാക്കുകൾ പറയാനുള്ളത്? പെരുന്നാൾ മാഹിക ഉത്സവമല്ലേ, മെയ് ഉത്സവം. മാഹി ദേശത്തിന്റെ ജാതി മത ഭേദമന്യുള്ള ജാതികൾക്ക് മെയ് ഉത്സവം, മയ്യഴി മഹോത്സവം മാഹിയുടെ ഉണർവാണ്. മാഹിക്കൊരു ഉണർവാണ്. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഇനി ബുധനാഴ്ച തീരും. എന്താണ്, എവിടെ നിന്ന് വരുന്നതാണ്? വളയത്ത് നിന്ന് വരുന്നത്. മയ്യഴി പെരുന്നാളിനായിട്ട് തെരേസ അവരുടെ ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഭക്തി മനസ്സിൽ നിറയാൻ വേണ്ടി. Then I step inside, feel the calm, the whispers of faith that have echoed through centuries. Here every corner tells a story of devotion, unity, and love beyond boundaries. Stepping out from the calm of Mahi Church, the streets come alive with festival vibes. MFS സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന MFS സ്പോർട്സ്. Affordable prices, happy shoppers. അതെ, മയ്യേ പെരുന്നാൾ ബുസ് എവരിവെയർ. Bangles, garlands, nostalgia never fades. Yes, old charm, new celebration. Hanging joys, color and smiles all around. ലൈല ലൈല എന്തോ മറന്നു അതേ പേഴ്സെടുക്കാനും മറന്നുകൊണ്ടേ. അപ്പോൾ മായിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ സോൾവ് ഇവിടെ ഉണ്ട്. സോൾവിന്റെ മകന്റെ കുട്ടിയുണ്ട്. ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? ഗോബി മഞ്ചൂരി. ഗോബിയുണ്ട്, മഞ്ചൂരി ഉണ്ട്, എല്ലാം കഴിക്കുകയാണ്. മായി പെരുന്നാളിൽ വന്നാണ്. ഇന്നോ ഹാപ്പി ദീപാവലി, ഹാപ്പി മായി പെരുന്നാളാണ്. അപ്പൊ വൈകി ഞാളും പോട്ടേക്കിനെ. വഴിയോര കച്ചവടക്കാർ മുളക് ബജ്ജി, കോളിഫ്ലവർ അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കഴിച്ചെങ്കിലും നേരത്തെ നമ്മൾ വരുമ്പം കാണിച്ച പ്രണാമം പള്ളൂരുള്ള വായ്ക്ക് രുചിയുള്ള നാടൻ ഫുഡ് കിട്ടുമെങ്കിൽ അവിടെ തന്നെ വേണം. നല്ല ഫ്രൈഡ് റൈസ് കഴിച്ചു. താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് വാച്ചിങ്.